അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് എല്ലാവരും USS പരീക്ഷ എഴുതിയിരിക്കുകയാണല്ലോ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് അറബിക് ചോദ്യോത്തരങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഇഖ്തറിൽ ഇജാബത്തു സഹീഹ, ശരിയായ ഉത്തരം കണ്ടെത്തുവാനാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻ ഖാമത്തിസ്സാഅതു വഫീ യദി അഹദികും ഫസീലത്തുൻ ഫൈനിസ്തതാഅ അല്ലാ തഖൂമസ്സാഅതു ഹത്താ യഗ്രിസുഹാ ഫൽയഫ്അൽ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണിത്. ഈ ഹദീസിൽ നിന്നുള്ള ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം. മഅന ഇൻ ഖാമത്തിസ്സാഅ. ഇൻ ഖാമത്തിസ്സാഅ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ ഇദാ ഖറുബൽ വഖ്ത്. ഓപ്ഷൻ ബി ഹാന യൗമുൽ ഖിയാമ. ഓപ്ഷൻ സി തഅഖറ അനിൽ വഖ്ത്. ഓപ്ഷൻ ഡി ളഅതി സാഅത്തു. ഏതാണ് ഇതിൻ്റെ ഉത്തരം? അതെ, ഹാന യൗമുൽ ഖിയാമ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. തഅമലു ഫിൽ മദ്രസത്തി ഡാഷ് ഖംസ അശറത്ത മുഅല്ലിമത്തുൻ. ഖംസത്ത അശറത്ത മുഅല്ലിമത്തുൻ. ഖംസ അശറ മുഅല്ലിമത്തുൻ. ഖംസത്ത അശറ മുഅല്ലിമത്തുൻ. നോക്ക് നിങ്ങൾ, ഇവിടെ നമ്മൾ ആരെയാണ് എണ്ണുന്നത്? മുഅല്ലിമത്തിനെയാണ് എണ്ണുന്നത്. മുഅല്ലിമത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് ഖംസ എന്നുള്ളത് 5 എന്നുള്ള എണ്ണം എന്താകണം? പുല്ലിംഗമാകണം. അപ്പോൾ മുഅല്ലിമത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് ഖംസ എന്നാണ് വരിക. ഖംസ എന്ന ഓപ്ഷനിൽ ഏതൊക്കെയാണ് വന്നത്? എയും അതുപോലെ സിയും. ഇനിയോ 10 എന്നത് എങ്ങനെയാണ് വരിക? അതെ, എണ്ണുന്ന വസ്തു സ്ത്രീലിംഗമാണെങ്കിൽ 10 എന്നതും സ്ത്രീലിംഗമായിരിക്കും. അപ്പോൾ അശ്റത്ത എന്നാണ് വരിക. അപ്പോൾ ഹംസ എന്നുള്ളത് പുല്ലിംഗമാകണം, അശ്റ എന്നുള്ളത് സ്ത്രീലിംഗവുമാകണം. അപ്പോൾ ഏതാണ് വരിക? അതെ, ഹംസ അശ്റത്ത മുഅല്ലിമത്തുൻ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. സഅലൽ മുഅല്ലിമു ഹൽ അൻത തഖൂമു ബിറിയാളത്തിൽ ബദനിയ കുല്ല യൗമിൻ. മുഅല്ലിം, അധ്യാപകൻ കുട്ടിയോട് ചോദിച്ചു, നീ എല്ലാ ദിവസവും കായികാഭ്യാസം നടത്താറുണ്ടോ എന്ന് ചോദിച്ചു. അജാബത് ദാരിസ്, കുട്ടി അതിന് മറുപടി പറഞ്ഞു. എന്തായിരിക്കും കുട്ടി മറുപടി പറഞ്ഞിട്ടുണ്ടാകുക? ഒന്നെങ്കിൽ അതെ ഞാൻ നടത്താറുണ്ട് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക, അല്ലെങ്കിൽ ഇല്ല ഞാൻ നടത്താറില്ല എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. നമുക്കതിൻ്റെ ഓപ്ഷൻ നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, എ നാം, അതെ, അൻത തഖൂമു, നിങ്ങൾ നടത്തുന്നു ബിറിയാളത്തിൽ ബദനിയ, കായികാഭ്യാസം കുല്ലയോമിൻ. ആ ഉത്തരം ശരിയാണോ? അല്ല. രണ്ടാമത്തെ നോക്കൂ, ബി നോക്കൂ, ല, ഇല്ല, അൻത തഖൂമു, നിങ്ങൾ നടത്തുന്നു ബിറിയാളത്തിൽ ബദനിയ, അതും ശരിയാവുകയില്ല. മൂന്നാമത്തെ നോക്കൂ, സി നാം, അതെ, അന അക്കൂമു ബിറിയാളത്തിൽ ബദനിയ, ഞാൻ കായികാഭ്യാസങ്ങൾ നടത്താറുണ്ട് കുല്ലയോമിൻ, എല്ലാ ദിവസവും. അപ്പോൾ ഏതുത്തരമാണ് ശരി? സി ആയിരിക്കും അല്ലേ. ഡി നോക്കൂ, ല, ഇല്ല, അന അക്കൂമു ബിറിയാളത്തിൽ ബദനിയ കുല്ലയോമിൻ, അതെ ഞാൻ എല്ലാ ദിവസവും നടത്താറുണ്ട്. ആ ഓപ്ഷനും ശരിയാവുകയില്ല. ശരിയായ ഉത്തരം സി ആണ്. നാം അന അക്കൂമു ബിറിയാളത്തിൽ ബദനിയ കുല്ലയോമിൻ. ഇഖ്റ അൽ ഫിക്റത താലിയ വഅജിബ് അനിൽ അസ്ഇലതി തഹ്തഹ. താഴെയുള്ള ഫിക്ർ വായിച്ച് ശേഷം വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. വഫി അഹദിൽ അയ്യാമി സക്കത ജാസിറുൻ അലൽ അർളി ഇന്ദമാ യൽഅബു മഅൽ അസ്തികാഇ. വഫി അഹദിൽ അയ്യാം, ഒരു ദിവസം സക്കത്ത ജാസിർ അലൽ അർള്, ജാസിർ വീണു.
ഇന്ദമായ ലബുമാൽ അസ്തിക്കായി അവൻ്റെ കൂട്ടുകാരോട് കൂടി കളിക്കുമ്പോൾ. വൻകസറത്ത് റിജ്ലുഹു അവൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടി. ഫദഹബ ബിഹി വാലിദുഹു ഇലൽ മുസ്തഷ്ഫ അവൻ്റെ ഉപ്പ അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഫഹസഹു ത്വബീബ് വക്കാല ലിവാലിദിഹി ഡോക്ടർ പരിശോധിച്ചിട്ട് ഉപ്പയോട് പറഞ്ഞു, ഇന്നഹു യഹ്താജു ഇല അമലിയത്തിൻ ജിറാഹിയ അവന് ഒരു ഓപ്പറേഷൻ ആവശ്യമാണ്. ഫതഹയ്യറൽ വാലിദു വാലിദാകെ പരിഭ്രമിച്ചു. വസാറ ഖലിക്കൻ അദ്ദേഹം അസ്വസ്ഥനായി. വഖാല ലിസൗജതിഹി അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു, അൽ അമലിയത്തു തഹ്താജു ഇലാ മാലിൻ കസീരിൻ ഈ ഓപ്പറേഷത്തിന് ഒരുപാട് പണച്ചെലവുണ്ട്. കൈഫ നജ്മു ഹാദൽ മബ്ലഗ് ഈ സംഖ്യ നമ്മൾ എവിടെ നിന്നാണ് ഉണ്ടാക്കുക? കാലത്തി സൗജത്തു ഭാര്യ പറഞ്ഞു, യാ അസീസി ലാ തഹ്സൻ നിങ്ങൾ വിഷമിക്കണ്ട, നബിയോ അഖ്ദി ഹാദ എൻ്റെ ഈ മാല നമുക്ക് വിൽക്കാം. അസ്ര അൽ വാലിദു ബിൽ ഇഖ്ദി ഇലൽ മുജൗഹറാത്ത് ആ മാലയുമായി അദ്ദേഹം ജ്വല്ലറിയിലേക്ക് പോയി. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 4ാമത്തെ ചോദ്യം നോക്കൂ. കൈഫ ജമാൽ മാല ലിൽ അമലിയത്തി അൽ ജിറാഹിയ ഈ ഓപ്പറേഷത്തിന് അവരെങ്ങനെയാണ് പണം കണ്ടെത്തിയത്? ഓപ്ഷൻ എ തഹയ്യർ അൽ വാലിദു വസ്വാറ ഖലിക്കൻ അവൻ്റെ ഉപ്പ പരിഭ്രമിച്ചു, അങ്ങനെ അദ്ദേഹം ആകെ അസ്വസ്ഥനായി. ഇഷ്തരിൽ ഇഖ്ദ മിനൽ മുജൗഹറാത്ത് അദ്ദേഹം ജ്വല്ലറിയിൽ നിന്ന് മാല വാങ്ങി. ഓപ്ഷൻ സി ബാൽ ഇഖ്ദ ഫിൽ മുജൗഹറാത്ത് ജ്വല്ലറിയിൽ കൊണ്ടുപോയി ആ മാല വിറ്റു. ഓപ്ഷൻ ഡി അൽ അമലിയത്തു തഹ്താജു ഇലാ മാലിൻ കസീർ ഓപ്പറേഷത്തിന് ഒരുപാട് പണം ആവശ്യമാണ്. ഇതിലേതുത്തരമാണ് ശരി? എങ്ങനെയാണ് അവർ അതിനു വേണ്ടിയുള്ള പണം കണ്ടെത്തിയത്? അതെ, ഓപ്ഷൻ സി ബാൽ ഇഖ്ദ ഫിൽ മുജൗഹറാത്ത്. ഇനി 5ാമത്തെ ചോദ്യം നോക്കൂ. കൈഫ ഇൻ കസറത്ത് റിജ്ലു ജാസിർ ജാസിറിൻ്റെ കാല് എങ്ങനെയാണ് പൊട്ടിയത്? ഓപ്ഷൻ എ സഖത്ത അലൽ അർള് നിലത്ത് വീണു. ലാബ് മാലസ്തിക്കാവ് കൂട്ടുകാരോട് കൂടി കളിച്ചു. ദഹബ ഇലൽ മുസ്തഷ്ഫ ആശുപത്രിയിലേക്ക് പോയി. ഫഹസത്ത് ത്വബീബ് ഡോക്ടർ പരിശോധിച്ചു. ഏതാണ് ശരിയായ ഉത്തരം? എങ്ങനെയാണ് കാല് പൊട്ടിയത്? അതെ, സഖത്ത അലൽ അർള് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 6ാമത്തെ ചോദ്യം നോക്കൂ. അൽ മക്കാനുല്ലദി തജ്രി ഫീഹി അൽ അമലിയത്തു ജിറാഹിയ അമലിയത്തുൻ ജിറാഹിയ നടക്കുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ അസ്വൈദലിയ, ഓപ്ഷൻ ബി അൽ മുസ്തഷ്ഫ, ഓപ്ഷൻ സി അൽ മുജൗഹറാത്ത്, ഓപ്ഷൻ ഡി സിയാറത്തുൽ ഇസ്ആഫ്. ഓപ്ഷൻ ബി മുസ്തഷ്ഫയാണ് ശരിയായ ഉത്തരം. 7ാമത്തെ ചോദ്യം. ഇഖ്തരി തൊക്മ അസ്സഹീഹ മിനൽ ആതിയ താഴെയുള്ളതിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ അസ്സവാഖ് അൽ ഹിസാബ്, ഓപ്ഷൻ ബി അത്വബീബ് അൽ മബാനി, ഓപ്ഷൻ സി അൽ മുഹന്ദിസ് അൽ ബലാബിസ്, ഓപ്ഷൻ ഡി അത്വബാഹ് അത്വാം. ആരാണ് സവ്വാക്ക്? ഡ്രൈവറാണല്ലേ. അതുപോലെ ത്വബീബ് ഡോക്ടർ, മുഹന്ദിസ് എൻജിനീയർ, ത്വബാഹ് പാചകക്കാരൻ. അപ്പോൾ അതിലേതാണ് ശരിയായത്? അതെ, ത്വബാഹ് പാചകക്കാരൻ എന്തുണ്ടാക്കുന്നു? ത്വാം ഭക്ഷണം ഉണ്ടാക്കുന്നു. ബാക്കിയൊക്കെ തെറ്റായിട്ടാണ് കൊടുത്തത്. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അത്വബാഹ് അത്വാം എന്നതാണ്. 9ാമത്തെ ചോദ്യം നോക്കൂ. ഇഖ്തറിഷാദ മീനൽ ആത്തിയ താഴെയുള്ളതിൽ നിന്ന് ഒറ്റയാനെ കണ്ടുപിടിക്കുക. ഓപ്ഷൻ എ ബൈത്തുൻ, ഓപ്ഷൻ ബി കൂഹുൻ, ഓപ്ഷൻ സി ദാറുൻ, ഓപ്ഷൻ ഡി മൻസിലുൻ. ഇതിലേതാണ് ഒറ്റയാൻ? അതെ, ഓപ്ഷൻ ബി കൂഹുൻ എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ ബൈത്തുൻ വീട് എന്നുള്ളതിൻ്റെ വ്യത്യസ്ത പേരുകളാണ്. 10ാമത്തെ ചോദ്യം നോക്കൂ. ഖാലൽ അഖു അസ്സിമാറു വൽ ഖദ്റവാത്ത് ഡാഷ് തഅക്കുലുഹു
തഖ്റുജു മിൻ ഹാദ തുറാബ്. അവിടെ എന്താണ് ചേർക്കേണ്ടത്? ഓപ്ഷൻ എ അല്ലദീ, ഓപ്ഷൻ ബി അല്ലത്തി, ഓപ്ഷൻ സി അല്ലാത്തി, ഓപ്ഷൻ ഡി അല്ലദീന. ഏതാണ് ശരിയായ ഉത്തരം? അതെ, ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 11ാമത്തെ ചോദ്യം നോക്കൂ. ഖാലൽ വാലിദു, ഉപ്പ പറഞ്ഞു, യാ ബുനയ്യ ലാ തഖ്റബ്, മോനെ അടുത്തു പോകരുത്, അൽ ഹയവാനാത്തിൽ മുഫ്തരിസ. അവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത്? ഓപ്ഷൻ എ അല, ഓപ്ഷൻ ബി ഇന്ദ, ഓപ്ഷൻ സി മിൻ, ഓപ്ഷൻ ഡി ഫി. ഏതാണ് ശരിയായ ഉത്തരം? അതെ, ഓപ്ഷൻ സി മിൻ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. മിനൽ ഹയവാനാത്തിൽ മുഫ്തരിസ എന്നാണ് വേണ്ടത്. 12ാമത്തെ ചോദ്യം നോക്കൂ. ഇസ്തഖ്ദിം ഡാഷ് ലി ഉബൂരി ശാരിയ, റോഡ് മുറിച്ച് കടക്കാൻ നീ ഉപയോഗിക്കണം. എന്താണ് ഉപയോഗിക്കേണ്ടത്? ഓപ്ഷൻ എ വസത്ത ശാരിയ, ഓപ്ഷൻ ബി മമറൽ മുഷാത്ത്, ഓപ്ഷൻ സി ഹിസാമൽ അമാൻ, ഓപ്ഷൻ ഡി മഅബറൽ മുഷാത്ത്. ഓപ്ഷൻ ഡി മഅബറൽ മുഷാത്ത് ആണ് ശരിയായ ഉത്തരം. 13ാമത്തെ ചോദ്യം. ഇഖ്താറത്തിൽ ഡാഷ് അൽ ലുഗത്തൽ അറബിയ ലുഗത്തഹും അറസ്മിയ, അറബി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്തു. ഡാഷ് എന്നുള്ളിടത്ത് ആരാണ് തിരഞ്ഞെടുത്തത് എന്നാണ് എഴുതേണ്ടത്. ഓപ്ഷൻ എ അൽ വിലായാത്തുൽ മുത്തഹിദ അൽ അമരീക്കിയ, ഓപ്ഷൻ ബി അൽ ഇമാറാത്തുൽ അറബിയ അൽ മുത്തഹിദ, ഓപ്ഷൻ സി മുനല്ലിമത്തു സിഹത്തുൽ ആലമിയ, ഓപ്ഷൻ ഡി അൽ ഉമമുൽ മുത്തഹിദ. ഓപ്ഷൻ ഡി ഉമമുൽ മുത്തഹിദയാണ് ശരിയായ ഉത്തരം. 14ാമത്തെ ചോദ്യം. ഷായിറത്തുൻ മുആസിറത്തുൻ തോറഫു ബി ഷായിറത്തുൽ വാദി, ഷായിറത്തുൽ വാദി എന്നറിയപ്പെടുന്ന ആധുനിക കവിയത്രി ആരാണ്? ഓപ്ഷൻ എ ഈമാൻ മുഹമ്മദ് അലി, ഓപ്ഷൻ ബി തവക്കുൽ അബ്ദുൽ സലാം, ഓപ്ഷൻ സി ആയിഷ അബ്ദുറഹ്മാൻ, ഓപ്ഷൻ ഡി നവാൽ മിഹിനി. ഉത്തരം ഓപ്ഷൻ ഡി നവാൽ മിഹിനിയാണ്. 15ാമത്തെ ചോദ്യം. അൽ ഹിന്ദു തൽഫറു ബിൽ ഹുരിയ കിതാബുൻ അല്ലഫഹു അസയ്യിദ് ഡാഷ്, അൽ ഹിന്ദു തൽഫറു ബിൽ ഹുരിയ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ സി അബുൽ കലാം ആസാദ്, ഓപ്ഷൻ ഡി മൗലാന മുഹമ്മദ് അലി. ഓപ്ഷൻ സി അബുൽ കലാം ആസാദാണ് ശരിയായ ഉത്തരം. ഈ വിഭാഗത്തിൽ 15 ചോദ്യങ്ങളാണ് ഉള്ളത്. ആ ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ചോദ്യങ്ങളിൽ ചില തെറ്റുകളുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ചോദ്യങ്ങൾ തള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഉത്തരങ്ങളൊക്കെ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.